കോട്ടയം പാലാ നഗരസഭയിൽ വൻ രാഷ്ട്രീയ അട്ടിമറിയോടെ UDFന് ഭരണം നഷ്ടമായിരിക്കുകയാണ്. പാലാ നഗരസഭ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കിക്കണ്ടത്തിനെ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം വൻ നാടകീയതയ്ക്കൊടുവിൽ പാസായി. 5 UDF കൗൺസിലർമാർ വിപ്പ് ലംഘിച്ച് അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചതോടെയാണ് ദിയ പുളിക്കിക്കണ്ടം പുറത്തായത്. കോൺഗ്രസ് കൗൺസിലർമാരെയും വിമതയായി വിജയിച്ച മായ രാഹുലും LDF അവിശ്വാസത്തെ അനുകൂലിച്ച് വോട്ട് രേഖപ്പെടുത്തുകയായിരുന്നു. മുന്നണിയുടെ ഔദ്യോഗിക വിപ്പ് പൂർണ്ണമായും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് 5 UDF കൗൺസിലർമാർ വോട്ടെടുപ്പിൽ പങ്കെടുക്കുകയും അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തത്. വിപ്പ് ലംഘിച്ച് നഗരസഭയിലെത്തിയ കോൺഗ്രസ് കൗൺസിലർമാരും ഒപ്പം വിമത സ്ഥാനാർത്ഥിയായി വിജയിച്ചു കയറിയ മായ രാഹുലും ഒരുമിച്ച് LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുകയായിരുന്നു. 5 അംഗങ്ങൾ ഒന്നടങ്കം വിപ്പ് ലംഘിച്ച് അവിശ്വാസത്തിനൊപ്പം നിലയുറപ്പിച്ചതോടെ ദിയ പുളിക്കിക്കണ്ടത്തിനെതിരായ അവിശ്വാസ പ്രമേയം വൻ ഭൂരിപക്ഷത്തോടെ പാസ്സാവുകയായിരുന്നു. പാലാ നഗരസഭയിൽ LDFനും UDFനും കേവല ഭൂരിപക്ഷം ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിച്ച് ജയിച്ച ബിനു പുളിക്കിക്കണ്ടവും മകൾ ദിയ ബിനു പുളിക്കിക്കണ്ടവും ബിനുവിന്റെ സഹോദരൻ ബിജു പുളിക്കിക്കണ്ടവും UDFന് പിന്തുണ പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് ആദ്യ ടൈമിൽ ചെയർപേഴ്സൺ സ്ഥാനം ദിയയ്ക്ക് നൽകിയത്. എന്നാൽ വിപ്പ് ലംഘിച്ചുകൊണ്ടുള്ള കൗൺസിലർമാരുടെ ഈ നിർണായക നീക്കത്തോടെ പാലാ നഗരസഭയുടെ ഭരണം UDFൽ നിന്ന് പൂർണ്ണമായും വഴുതി പോവുകയായിരുന്നു. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സാവുകയും ഭരണം നഷ്ടപ്പെടുകയും ചെയ്തതിന് പിന്നാലെ ഏറെ ആത്മവിശ്വാസത്തോടെയും മാന്യതയോടെയുമാണ് നഗരസഭ മുൻ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കിക്കണ്ടം പ്രതികരിച്ചത്. ജനാധിപത്യപരമായ വിധിയെ പൂർണ്ണ ബഹുമാനത്തോടെ സ്വീകരിക്കുന്നുവെന്ന് വ്യക്തമാക്കിയ അവർ ജനാധിപത്യ സംവിധാനത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും വിമർശനങ്ങൾക്കും പൂർണ്ണ സ്വാതന്ത്ര്യവും ബഹുമാനവും ഉണ്ടെന്നും അവിശ്വാസ പ്രമേയം എന്നത് ജനാധിപത്യത്തിന്റെ തന്നെ ഒരു അംഗീകൃത മാർഗമാണെന്നും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. തനിക്കെതിരെ അവിശ്വാസം കൊണ്ടുവന്നവർക്കോ പിന്തുണച്ചവർക്കോ എന്തെങ്കിലും അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കാൻ സാധിച്ചില്ലെന്ന വലിയ കാര്യമാണ് ദിയ പുളിക്കിക്കണ്ടം പ്രസ്താവനയിലൂടെ തുറന്നു പറഞ്ഞത്. താൻ ചെയർപേഴ്സൺ ആയിരുന്ന കാലയളവിൽ അഴിമതി, പൊതുപണം ദുരുപയോഗം ചെയ്യൽ, കൈക്കൂലി വാങ്ങൽ, സ്വജനപക്ഷപാതം, സർക്കാർ ഉത്തരവുകൾ ലംഘിക്കൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവ നടത്തിയിട്ടുണ്ടെന്ന് ഒരു തരത്തിലും ആരോപിക്കാൻ എതിരാളികൾക്ക് കഴിഞ്ഞിട്ടില്ല. അത്തരം വസ്തുതാപരമായ ഒരു ആരോപണം പോലും തെളിയിക്കാനോ ഉന്നയിക്കാനോ ആത്മവിശ്വാസ പ്രമേയം കൊണ്ടുവന്നവർക്കും അതിനെ പിന്തുണച്ചവർക്കും സാധിച്ചിട്ടില്ലെന്നത് തനിക്ക് വലിയ ആത്മവിശ്വാസവും ഏറെ അഭിമാനവും ഉണ്ടെന്ന് ദിയ വ്യക്തമാക്കുകയുണ്ടായി. പൊതുജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി അധികാരമല്ല, മറിച്ച് മൂല്യങ്ങളാണെന്ന് ഓർമ്മിപ്പിച്ച ദിയ പദവികൾ വരികയും പോവുകയും ചെയ്യുമെങ്കിലും സത്യസന്ധതയും മൂല്യങ്ങളും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും ശാശ്വതമാണെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. ഈ മൂല്യങ്ങൾ മുൻനിർത്തി തന്നെയായിരുന്നു താൻ ഇനിയും പൊതുരംഗത്ത് പ്രവർത്തിക്കുക എന്ന് ആവർത്തിച്ച അവർ പാലയിലെ ജനങ്ങൾ തനിക്ക് നൽകിയ സ്നേഹത്തിനും വിശ്വാസത്തിനും പിന്തുണയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും രേഖപ്പെടുത്തി. പാലാ നഗരസഭയിൽ UDF വിപ്പ് ലംഘിച്ച് LDF അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചതിന് പിന്നാലെ മുൻ ചെയർപേഴ്സൺ ദിയ പുളിക്കിക്കണ്ടത്തിനെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളുമായാണ് കോൺഗ്രസ് കൗൺസിലർമാർ പരസ്യമായി രംഗത്തെത്തിയത്. നഗരസഭയിൽ ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടില്ലെന്നും കൗൺസിലർമാരോട് തികച്ചും ഏകപക്ഷീയമായ നിലപാടാണ് ചെയർപേഴ്സൺ സ്വീകരിച്ചതെന്നുമാണ് വിമത കോൺഗ്രസ് അംഗങ്ങൾ ആരോപിക്കുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണം പാലായിൽ തുടരുമെന്നും ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നഗരസഭയെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും വോട്ടെടുപ്പിന് ശേഷം കോൺഗ്രസ് കൗൺസിലർ ടോണി തൈപ്പറമ്പിൽ വ്യക്തമാക്കുകയുണ്ടായി. ഭരണസമിതിക്കെതിരായ കടുത്ത ആക്ഷേപങ്ങളാണ് ടോണി തൈപ്പറമ്പിൽ ഉന്നയിച്ചത്. സാധാരണക്കാർക്ക് ഉപകാരപ്പെടേണ്ട അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി പോലും തങ്ങളുടെ വാർഡുകളിൽ നടപ്പാക്കരുതെന്ന് നിർദ്ദേശിച്ച ഒരു ചെയർപേഴ്സണോട് തങ്ങൾ എങ്ങനെ ഒത്തുപോകുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. കഴിഞ്ഞ ഭരണകാലയളവിൽ പാലയിൽ എവിടെയാണ് യഥാർത്ഥ വികസനം ഉണ്ടായതെന്നും കല്ലിൽ കൊത്തിയൊരു വികസനമെങ്കിലും കാണിച്ചു തരാൻ സാധിക്കുമോ എന്നും ചോദിച്ച അദ്ദേഹം ദിയ ബിനു പുളിക്കിക്കണ്ടത്തിന്റെ പേരെഴുതിയ ഏതെങ്കിലും ഒരു വികസന പ്രോജക്റ്റ് പാലായിൽ എവിടെയെങ്കിലും ഉണ്ടെന്ന് തെളിയിച്ചാൽ താൻ പൊതുപ്രവർത്തനം തന്നെ അവസാനിപ്പിക്കുമെന്നും വെല്ലുവിളിക്കുകയുണ്ടായി. പാലാ നഗരസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം LDFും UDFും കേവല ഭൂരിപക്ഷം ഇല്ലാതെ വന്ന സങ്കീർണമായ സാഹചര്യത്തിലാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിച്ച് വിജയിച്ച ബിനു പുളിക്കിക്കണ്ടവും മകൾ ദിയ പുളിക്കിക്കണ്ടവും ബിനുവിന്റെ സഹോദരൻ ബിജു പുളിക്കിക്കണ്ടവും UDFന് പിന്തുണ പ്രഖ്യാപിച്ചത്. തുടർന്നാണ് വൻ രാഷ്ട്രീയ ധാരണയുടെ ഭാഗമായി ആദ്യ ടൈമിൽ ചെയർപേഴ്സൺ സ്ഥാനം ദിയയ്ക്ക് നൽകാൻ UDFും തീരുമാനിച്ചത്. എന്നാൽ 6 മാസത്തെ ഭരണത്തിനൊടുവിൽ ആ കൂട്ടുകെട്ട് കടുത്ത ഭിന്നതയിലും അവിശ്വാസ പ്രമേയത്തിലൂടെയുള്ള പുറത്താക്കലിലും കലാശിക്കുകയായിരുന്നു. UDF പിന്തുണയോടെ ഭരണത്തിലേറിയ ദിയ പുളിക്കിക്കണ്ടത്തിനെ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം സ്വന്തം മുന്നണിയിലെ അംഗങ്ങളുടെ വിപ്പ് ലംഘനത്തോടെ പാസായതോടെ പാലാ നഗരസഭയിലെ രാഷ്ട്രീയ ചിത്രം പൂർണ്ണമായും മാറിയിരിക്കുകയാണ്. ജനാധിപത്യ വിധിയെ സ്വാഗതം ചെയ്യുമ്പോഴും അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കാൻ എതിരാളികൾക്ക് കഴിഞ്ഞില്ലെന്ന ആത്മവിശ്വാസത്തോടെ ദിയ പുളിക്കിക്കണ്ടം പടിയിറങ്ങുമ്പോൾ പുതിയ ഭരണസമിതി രൂപീകരണവും വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങളും ഏറെ നിർണായകരമായി മാറും.